ദിശ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം ഉള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് ഇന്നല്ലേ നാളെ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക്, അല്ലെങ്കിൽ കോടീശ്വര യോഗത്തിലേക്ക്, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ആ കുടുംബം എത്തിച്ചേരും. ഞാൻ കുറച്ച് നക്ഷത്രം പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടെ അതിൻ്റെ കൂടെ ചെയ്യണം. പെട്ടെന്ന് ആ കുടുംബം തന്നെ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വരും. നമ്മളോട് ചെയ്യേണ്ട ഒരു ഭാഗം ഉണ്ടല്ലോ എല്ലാത്തിനും. ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ആ കുടുംബം വരുവാൻ വേണ്ടി ഉപകരിക്കും. അല്ലെ ഇന്നലെ നാളെ ആ കുടുംബം സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വരും. ഈ പറയുന്ന കുറേ നക്ഷത്രം പറയുന്നുണ്ട്. ആ നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം ഉണ്ടെങ്കിൽ, പക്ഷെ അത് ഇച്ചിരി എളുപ്പമാകാൻ വേണ്ടി DNA അസ്ട്രോളജി അനുസരിച്ച്, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ മതി. അതുകൂടെ ചെയ്താൽ പെട്ടെന്ന് ആ കുടുംബം, ഏത് കുടുംബമാണെങ്കിലും അത് അഭിവൃദ്ധിയിലേക്ക് വരും. ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഉള്ള കുടുംബങ്ങൾ ഇന്നലെ നാളെ വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വരിക തന്നെ ചെയ്യും, യാതൊരു സംശയം വേണ്ട. കാരണം ഒരു വീട്ടിൽ ഒരാൾ മതി നല്ല രാശിയുള്ള, രാജയോഗമുള്ളത്. പല കുടുംബങ്ങളും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ആ വീട്ടിൽ ഒരാൾ മതി ഒരു രാശിയുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ യോഗമുള്ള ഒരു വ്യക്തി. ധാരാളം ഭൂസ്വത്ത് മേടിച്ചു കൂട്ടുക, ധാരാളം പണം സമ്പാദിക്കുക. അപ്പൊ ആ കുടുംബം തന്നെ, ആ കുടുംബത്തിൽ ബാക്കിയുള്ളവർ കൂടെ ഒരാളുടെ രാജയോഗത്തിന്റെ അല്ലെങ്കിൽ രാശിയുള്ള ഒരു മനുഷ്യന്റെ ഫലം മറ്റ് ആ കുടുംബാംഗങ്ങൾ കൂടെ അത് ഗുണം ചെയ്യും. ആ കുടുംബം ഉൾപ്പെടെ രക്ഷപ്പെടും. ഒരുത്തൻ മതി രാശി അല്ലെ യോഗമുള്ള, അല്ലെങ്കിൽ ഒരാൾ മതി. അപ്പൊ അങ്ങനെ നമ്മൾ പല കുടുംബങ്ങളെയും കാണാറുണ്ട്. ചിലർ പറയും താണ്ട ഒറ്റ ഒരുത്തൻ മതി ഒരു കുടുംബം രക്ഷപ്പെടാൻ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പലയിടത്തും അത് കാണാറുമുണ്ട്. അപ്പൊ ഇത് ഒരാൾ മതി യോഗമുള്ള അല്ലെ രാശിയുള്ള എന്ന് കരുതി ഈ നക്ഷത്രത്തിൽ ഇല്ലാത്തവർ രക്ഷപ്പെടുത്തൽ എന്ന് അർത്ഥമില്ല. പക്ഷെ ഈ നക്ഷത്രത്തിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെട്ടിരിക്കും, വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഇന്നല്ലേ നാളെ. പിന്നെ അത് പെട്ടെന്ന് അഭിവൃദ്ധിയിലേക്ക് വരാൻ വേണ്ട കാര്യം പറഞ്ഞുതരാം. പിന്നെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഈ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ നേരത്തെ ഒരു കാര്യം വീഡിയോ പറഞ്ഞായിരുന്നു. അതായത് ഈ സ്വർണ്ണമൊക്കെ നമ്മൾ എടുക്കാൻ പോകുമ്പം നമ്മൾ ഒരു സ്വർണം സത്യമുള്ള ലോഹമാണ് കേട്ടോ. സ്വർണത്തിന് ചില പ്രത്യേകതകളുണ്ട്. സത്യമുള്ള ലോഹമാണ് സ്വർണം. അപ്പൊ ഈ സ്വർണം എടുക്കാൻ പോകുമ്പം ചില പ്രത്യേക ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ സ്വർണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധനാഭിവൃദ്ധി, ഐശ്വര്യം ഉണ്ടാകുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്വർണം എടുക്കുമ്പോൾ നമ്മൾ വില കുറഞ്ഞിരിക്കുമ്പോഴേ എടുക്കാവുള്ളൂ. അങ്ങനെ വില കുറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ചില പ്രത്യേക ദിവസങ്ങളിൽ അത് ചെയ്താൽ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ടൊരിക്കലും ഒരു ആൾക്ക് അതുപോലൊരു ദിവസം പറഞ്ഞു കൊടുത്ത് അവർ സ്വർണം എടുത്ത് അവർക്ക് അത് ഒരുപാട് ഗുണമുണ്ടായി. ഇപ്പോൾ അവരുടെ മക്കളെല്ലാം വെളിയിലും വലിയ സാമ്പത്തിക നിലയിലും ഒക്കെയാണ്. അപ്പോൾ അവരെന്നോട് ഇവിടെ വന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു, ഭഗവാന്റെ മുന്നേ വെച്ച് ഞാൻ പറയുന്നത്, സത്യമുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ. ഇവിടെ വന്ന് വെച്ച് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു തന്ന ആ ദിവസം അവർ പോയത്. അന്ന് എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അത്രയും സമയമില്ല. എങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞു തന്ന ആ ദിവസം എനിക്ക് ഉപകാരപ്പെട്ടു. ഞാൻ പറഞ്ഞ നക്ഷത്രവും ദിവസവും അനുസരിച്ച് അവർ പോയത്. സ്വർണം എടുത്തത്, ആ സ്വർണം ഞങ്ങളുടെ ജീവിതത്തിൽ അത് കൂടുതൽ പൊലിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടായി, ഒരുപാട് ഗുണമായി അത് എന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞപ്പം ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, സാറേ ആ ദിവസവും നക്ഷത്രമൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? പക്ഷെ നമ്മൾ തിരക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നുണ്ട്, അത് ആവശ്യമുള്ളവർ എഴുതി വെച്ചോണം. എപ്പോഴെങ്കിലും ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ സ്വർണ്ണം എടുക്കാൻ പോവുകയാണെങ്കിൽ അത് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണം. ഞാൻ ഈ പറയുന്ന വീഡിയോ കാണാതെ എന്നോട് വെറുതെ വാട്സപ്പിൽ പിന്നെ തിരക്കിയിരിക്കും മെസ്സേജ് ചെയ്യരുത്. സ്വർണ്ണം എടുക്കാൻ പോകുന്ന ദിവസം പറഞ്ഞുതരാമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യരുത്. ചിലപ്പോൾ തിരക്കിയിരിക്കുമ്പോൾ പറ്റത്തില്ല. പറയുമ്പം കാണണം, അത് നഷ്ടപ്പെടുത്തരുത്. അത് ഇത് എഴുതി വെച്ചോണം, ഈ നല്ല കാര്യങ്ങളെല്ലാം കേട്ടോ. പിന്നെ പറയാൻ പോകും, നമ്മളെല്ലാം ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. പലർക്കും ക്ഷേത്ര ദർശനം ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് ചിലർക്ക് മാറ്റം ഉണ്ടാകത്തില്ല, ചിലർക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. അപ്പൊ ഈ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഫലം കിട്ടാൻ വേണ്ടി. പിന്നെ വാലായ്മ, അങ്ങനെയുള്ള ചില സമയങ്ങളിൽ ഇത്ര ദിവസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം ചെയ്യാവുള്ളൂ എന്നൊക്കെ ഒരു കാര്യങ്ങളുണ്ട്. അത് എത്ര ദിവസമാണെന്ന് ഞാൻ വീഡിയോ പറയുന്നുണ്ട്. അത് നിങ്ങൾ ആവശ്യമുള്ളവർ കേട്ട് എഴുതി വെച്ചോണം. കാരണം അങ്ങനെയുള്ള വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്,
പുലയുള്ളപ്പോൾ എത്ര ദിവസം കഴിഞ്ഞ ക്ഷേത്രത്തിൽ പോകുന്നത്, വാലായ്മയുള്ളപ്പോൾ എത്ര ദിവസം കഴിഞ്ഞ ക്ഷേത്രത്തിൽ പോകുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ മെസ്സേജ്. ചിലപ്പോൾ ഗർഭിണി ആയിരിക്കുമ്പോൾ പിന്നെ ചോറൂണ് കഴിഞ്ഞ് എപ്പോഴാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എന്നൊക്കെ, ഗർഭിണി ആയിരിക്കുമ്പോൾ തൊട്ട് എത്രാമത്തെ മാസം വരെ പോകാം ക്ഷേത്രത്തിൽ, ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നുണ്ട്. അത് കാണാതെ പിന്നെ എന്നോട് വാട്സപ്പിൽ തിരക്കിയിരിക്കുമ്പോൾ ചോദിക്കരുത്. അപ്പം അതെല്ലാം വിശദമായിട്ട് വീഡിയോ പറയുന്നുണ്ട്, മുഴുവൻ കാണാൻ ശ്രമിക്കുക. മിസ് ചെയ്യാതിരിക്കാൻ ആദ്യം പറഞ്ഞു കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ അമ്പലപ്പുഴ പോയായിരുന്നു. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കണ്ടു, തൊഴുതു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അന്നദാനത്തിന് വേണ്ടി ഒരു തുക അവിടെ കൊടുത്തു. ഒരുപാട് സന്തോഷം എനിക്ക് ഉണ്ടായി. ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, ഇപ്പൊ വൈശാഖ മാസമാണ്. ഈ വൈശാഖ മാസത്തെക്കുറിച്ചൊരു വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. വൈശാഖ മാസം വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ്. വിഷ്ണു ഭഗവാനും മഹാലക്ഷ്മിയും ഭൂമിയിൽ വസിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ചൊരിയുന്ന ഒരു മാസമാണ് വൈശാഖ മാസം. അതിൽ ഈ 2026 ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണത് ആ പുണ്യമാസം ആചരിക്കുന്നത്. അപ്പോൾ ഈ കാലയളവിൽ കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രങ്ങളിൽ പോവുക, അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകാം. അതുപോലെ ഗുരുവായൂരോ അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ഇങ്ങനെ വിശേഷ ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിൽ പോകാം. അതിനോളം പുണ്യം വേറെ ഒന്നുമില്ല. 10 മടങ്ങ് ജീവിതത്തിൽ പുണ്യം കിട്ടും. അപ്പം എനിക്ക് വൈശാഖ മാസമായിട്ട് വ്യാഴാഴ്ചയായിട്ട് അമ്പലപ്പുഴ പോകാൻ പറ്റി. ഭഗവാനെ തൊഴുതു. ഞാൻ എന്നെ കൊണ്ടാകുന്ന പോലെ അന്നദാനത്തിന് കൊടുത്തു. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്ത് ഫലമുണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? അന്നദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം അന്നദാനത്തിന് കൊടുത്തു. ഒരുപാട് നന്ദി ഭഗവാന് ഉണ്ണിക്കണ്ണനും. പിന്നെ ഇന്ന് വ്യാഴാഴ്ച ഞാൻ ഇന്ന് വെളുപ്പിനെ ഒരു 1 മണിക്കും 2 മണിക്കും 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കാനുള്ള സമയം ഞാൻ ഭഗവാന്റെ ആ ഒരു ദർശനം, ആ ഉറക്കത്തിന്റെ ഡീപ്പ് അവസ്ഥയിൽ ആ ഒരു സമയത്ത് എനിക്ക് ഭഗവത് ദർശനം ഉണ്ടായി. അത് ഉണ്ണിക്കണ്ണനായിട്ടല്ല, ചതുർബാഹുവായ മഹാവിഷ്ണുവായിട്ട് എനിക്ക് എൻ്റെ ആ ഒരു ബോധത്തിൽ, ആ ഉറക്കത്തിലെ ഏറ്റവും ഡീപ്പ് സ്ലീപ്പിൽ, അതായത് 1:30ക്കും 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയം, ഈ സമയത്ത് നമ്മളുടെ മൈൻഡ് ഏറ്റവും ഡീപ്പിലേക്ക് പോകുന്ന സമയമാണ്. ഈ സമയമാണ് ഗുരുക്കന്മാരെ, ഈശ്വരന്മാരെ, ഇവരൊക്കെ എനർജി നമ്മുടെ ബോധവുമായിട്ട് കണക്ട് ആകുന്നത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഭഗവാന്റെ ചതുർബാഹുവായിട്ടുള്ള ആ ദർശനം, ആ ഒരു പിന്നെ ആ ഉറക്കത്തിന്റെ ആ ഒരു അവസ്ഥയിൽ ഉണ്ടായി. കാരണം ഞാൻ ഇന്ന് രാവിലെയാണ് പോയ അമ്പലപ്പുഴ. അതിന് മുമ്പായിട്ട് ഭഗവത് ദർശനം ആ ഒരു ഡീപ്പ് സ്ലീപ്പിൽ തന്നെ എനിക്ക് ഉണ്ടായി. വെളുപ്പിനെ 1:30ക്കും 3 മണിക്കും ഇടയ്ക്ക്. അപ്പോൾ അത് എനിക്ക് വലിയൊരു സന്തോഷമാണ്. അത് നിങ്ങളോട് സന്തോഷം പങ്കുവെച്ചതേ ഉള്ളൂ. ഞാൻ പിന്നെ ഭഗവാൻ അന്നദാനത്തിന് കൊടുത്തു, ഉണ്ണിക്കണ്ണന് വെണ്ണ കൊടുത്തു. ഒരുപാട് സന്തോഷം. അപ്പം ഇത് വൈശാഖ മാസവും കൂടാണ്. വൈശാഖ മാസത്തിന്റെ പുണ്യം കൂടെ ആണത്. അത് എൻ്റെ അനുഭവം കൂടെ ഞാൻ പറയുന്നത്. വൈശാഖ മാസം അതുപോലെ എനിക്ക് വൈശാഖ മാസം ഈ സമയത്താണ്, ഇന്നാണ് ആ രാവിലെ 1:30ക്കും 3 മണിക്കും ഇടയ്ക്ക് ആ ഭഗവത് ദർശനം, ആ ഡീപ്പ് സ്ലീപ്പിൽ, ആ ആഴത്തിലുള്ള അവസ്ഥയിൽ, ആ സ്റ്റേജിൽ കിട്ടുന്നത്. ചതുർബാഹുവായിട്ട് ആദ്യമായിട്ടാണ് ഭഗവാന്റെ ദർശനം ആ സ്വപ്നാവസ്ഥയിൽ 1:30ക്കും 3 മണിക്കും ഇടയ്ക്ക് വെളുപ്പിനും ഇടയ്ക്കുള്ള സമയം എനിക്ക് കിട്ടുന്നത്. മിക്കവാറും ഉണ്ണിക്കണ്ണന്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ചതുർബാഹുവായ ഭഗവാനെയാണ്. അപ്പൊ അതിനൊരു കാരണമുണ്ട്. ഞാൻ ഭഗവാനെ എപ്പോഴും ഇപ്പോൾ ജപിക്കുന്ന മന്ത്രം ഇതാണ്: നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥകാരീം, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം കൃഷ്ണായ നമ. നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാണ് ഞാൻ ജപിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കും ഞാനത് പറഞ്ഞത്, നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ്. ഞാൻ എനിക്കായിട്ട് മാത്രം ഒന്നും ആഗ്രഹിക്കാറില്ല. പ്രപഞ്ച നന്മയ്ക്ക് വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയും എൻ്റെ മനസ്സിലൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടി ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് പറഞ്ഞു തന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വിശദമായിട്ട് എല്ലാം പറഞ്ഞു തരാം. വീഡിയോയിൽ വേണ്ടതൊക്കെ എഴുതി വെച്ചോണം. ഞാൻ തിരക്കിയിരിക്കും. എന്നോട് വാട്സപ്പിൽ പറഞ്ഞ കാര്യം തന്നെ ചോദിക്കരുത്. ആവശ്യമുള്ളവർ എഴുതി വെച്ചോണം, ആവശ്യമില്ല എഴുതി വെക്കണ്ട, അത്രേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓം നർപ്പവി നർപ്പവി നർപ്പവി. അപ്പോഴേ ഞാനീ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം ഇന്നല്ലേ നാളെ വലിയ സാമ്പത്തികത്തിലേക്ക് വരും, രക്ഷപ്പെടും, സന്തോഷമായിട്ടിരുന്നു. സംശയം വേണ്ട, ഇന്നല്ലേ നാളെ രക്ഷപ്പെട്ടിരിക്കും. ഇന്നലെ നമ്മൾ ജോലി ചെയ്യാനുള്ള ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം, ക്ഷേത്രത്തിൽ പോകണം, ഈശ്വരനെ വിളിക്കണം, ഒക്കെ ചെയ്യണം. വെറുതെ ഇരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടിരിക്കും ഇന്നല്ലേ നാളെ, യാതൊരു സംശയം വേണ്ട. പിന്നെ അതിച്ചിരി വേഗത്തിലാകാൻ വേണ്ടി ഞാൻ ചില രഹസ്യ വിദ്യകളൂടെ പറഞ്ഞുതരാം. അപ്പോൾ അതിലാദ്യം ഞാൻ ക്രമം അനുസരിച്ചൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ഓർഡർ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഫസ്റ്റ് പറയുന്ന ഒരു നക്ഷത്രം മകയിരമാണ്.
ഈ മകീര നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പം ഭാര്യ അല്ലെ ഭർത്താവിൻ്റെ അല്ലെ മക്കളുടെ അല്ലെ കൊച്ചുമക്കളുടെ ആരുടെയെങ്കിലും മകയിരം ഉണ്ടെങ്കിൽ, ഒരു വീട്ടിൽ മകയിരം ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കുടുംബം ഇന്നല്ലേ നാളെ രക്ഷപ്പെട്ടിരിക്കും. വലിയ ഭൂസ്വത്തുക്കൾ, വീടുകൾ, ഭൂമി, സമ്പത്ത് വീട്ടിലുള്ളവർക്കൊക്കെ വലിയ നല്ല നിലയിൽ വന്നിരിക്കും, ഒരു സംശയവും വേണ്ട. ഈ മകീരം നക്ഷത്രത്തിന് DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് വ്യാഴകർമ്മയാണ്. വ്യാഴത്തിന്റെ നെഗറ്റീവ് കർമ്മയാണ്, വ്യാഴകർമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് ചിലർക്ക് ചിലപ്പം ഇതൊന്ന് പെട്ടെന്ന് ഒരു സ്പീഡപ്പ് ആക്കാൻ, ഈ ഉയർച്ച അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറി പെട്ടെന്ന് തന്നെ ആ ഒരു ഉയർച്ച അനുഭവത്തിൽ വരാൻ ഈ മകയിരമുള്ള ആളുടെ പേരിൽ കൃഷ്ണന് വ്യാഴാഴ്ച പുരുഷ സൂക്താർച്ചന, ഭാഗ്യ സൂക്താർച്ചന, ത്രിമധുരം ഇതൊക്കെ വീട്ടിൽ നിന്ന് ഒരാൾ പോയി ചെയ്യുന്ന നല്ലതാണ്. ആ കുടുംബത്തിന് തന്നെ അതിന് ഉയർച്ച ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം പറയുന്നത് ഉത്രാടം. ഈ ഉത്രാടം നാളുകാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം ഇന്നല്ലേ നാളെ രക്ഷപ്പെട്ടിരിക്കും. അവർ ഭൂമി വാങ്ങും. എത്ര താഴ്ന്ന ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവരാണേലും അവരെ വീട്ടിൽ അവർ രക്ഷപ്പെട്ടിരിക്കും. ഇന്നല്ലേ നാളെ ഭൂമി, വീട്, സ്ഥാപനങ്ങളെ, ചിലർക്ക് സ്ഥാപനങ്ങൾ വരെ ഉണ്ടാകാം, മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് പ്രസ്ഥാനങ്ങൾ വരെ ഉണ്ടാകാം ആ കുടുംബത്തിലുള്ളവർക്ക്. അങ്ങനെ ഏത് നിലയിലും ആ കുടുംബം രക്ഷപ്പെട്ടിരിക്കും. പിന്നെ അത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടി നമുക്ക്, അല്ലെ കുറച്ചുകൂടെ വേഗത്തിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ചിലർക്ക് കർമ്മദോഷം കൊണ്ട് ഇച്ചിരി താമസിച്ച് ഇന്നലെ നാളെ രക്ഷപ്പെട്ടിരിക്കും, പക്ഷെ ഇച്ചിരി ഒരു ഡിലേ വരാം. അതിനുവേണ്ടി ചെയ്യാവുന്ന കാര്യം, കൃഷ്ണ ക്ഷേത്രത്തിലേക്ക് അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പുനരുദ്ധാരണത്തിന് ക്ഷേത്രം പണിക്കോ അല്ലെ കിണർ പണിക്കോ പുനരുദ്ധാരണത്തിന് ഒരു സംഭാവന നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി രാവിലെ ഭഗവാന് പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൊടുക്കുക, ഈ ഉത്രാടം നാളുള്ള ആളുടെ പേരിൽ. പിന്നെ ഞായറാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ പാൽപ്പായസവും പുരുഷ സൂക്താർച്ചനയും കൊടുക്കുക. ഇതെല്ലാം രാവിലെയാണ്, സാധിക്കുന്ന പോലെ ആവർത്തിക്കണം, വിശ്വാസത്തോടു കൂടി ചെയ്യണം. അപ്പം പെട്ടെന്ന് ആ ഉയർച്ചയുടെ ആ ഒരു വേഗത്തിൽ ആ കുടുംബത്തിലേക്ക് കൂടുതൽ അഭിവൃദ്ധികൾ വരാൻ വേണ്ടി അത് ഉപകരിക്കും എന്നുള്ളതാണ്. അടുത്ത പറയുന്നത് ചോതി എന്ന് പറഞ്ഞ നക്ഷത്രമാണ്. ഈ ചോതി നക്ഷത്രം ഒരു വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, പക്ഷെ ആ കുടുംബം രക്ഷപ്പെടും. അവർ നല്ല സാമ്പത്തികത്തിലേക്ക് വരും, നല്ല ബാങ്ക് ഡെപ്പോസിറ്റ് വരും. എനിക്ക് സന്തോഷമുണ്ട് പറയാൻ, നല്ല ബാങ്ക് ഡെപ്പോസിറ്റ് വരും, വാഹനങ്ങളൊക്കെ വാങ്ങും, നല്ല ഒരു കുടുംബസ്ഥിതി ആകും. ചില കുടുംബങ്ങൾ ചിലപ്പോൾ വിദേശത്തേക്ക് തന്നെ മാറി സെറ്റിലായെന്നിരിക്കാം, കാരണം അതുപോലെ വലിയ ഒരു മാറ്റത്തിലേക്ക് വന്നെന്നിരിക്കാം. മക്കളൊക്കെ ഇപ്പം വെളിയിൽ പോയൊക്കെ ചിലപ്പോൾ മൊത്തം വിദേശത്ത് തന്നെ പോയെന്ന് വരിക. ചിലർ നാട്ടിൽ തന്നെ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ നല്ല മാന്യത, നല്ല സാമ്പത്തികം, അങ്ങനെ നല്ല നിലയിലേക്ക് വരുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത് കാര്യങ്ങൾ ഇച്ചിരി സ്പീഡപ്പ് ആക്കാൻ വേണ്ടി എന്തോ ചെയ്യണം, ഭദ്രകാളിക്ക് ഈ ചോദ്യമാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് പറയും ഭദ്രകാളി സർപ്പം പിടിച്ചാൽ മതി, അവരുടെ ജീവിതം പെട്ടെന്ന് ചേഞ്ച് ആകും. അപ്പോൾ ആ വീട്ടിലെ ചോദ്യ നക്ഷത്രമുള്ള ആളുടെ പേരിൽ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പുരുഷ സൂക്താർച്ചന, കടുംബായുസം ഇത് സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. മലയാള മാസം 1-ാം തീയതി കടുംബായുസവും അഷ്ടോത്തരാർച്ചനയും ചെയ്യണം. അങ്ങനെ വെള്ളിയാഴ്ചകളും മലയാള മാസം 1-ാം തീയതി സാധിക്കുന്ന പോലെ ആ നക്ഷത്രമുള്ള വ്യക്തിയുടെ പേരിൽ ചെയ്യണം. അപ്പം ആ നക്ഷത്രത്തിൻ്റെ ഈ ചോദ്യ നക്ഷത്രത്തിന് ശനികർമ്മയാണ്. DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് ഈ ശനികർമ്മ എന്ന് പറഞ്ഞാൽ ശനിയുടെ നെഗറ്റീവ് കർമ്മ, മനസ്സിലായോ? അത് നമുക്ക് പോസിറ്റീവ് ആകാൻ വേണ്ടി എന്തു ചെയ്യണം? ഇപ്പം വ്യാഴകർമ്മ എന്ന് പറഞ്ഞാലും വ്യാഴത്തിന് നെഗറ്റീവ് കർമ്മയാണ്. ഉത്രാടം എന്ന് പറഞ്ഞു വ്യാഴകർമ്മ, മകയിരം വ്യാഴകർമ്മ എന്ന് പറഞ്ഞു, ചോതി ശനികർമ്മ എന്ന് പറഞ്ഞു. അപ്പം ഈ ശനിയുടെ നെഗറ്റീവ് കർമ്മയാണ്. അത് നമുക്ക് പോസിറ്റീവ് ആക്കി വരാൻ വേണ്ടി ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് ഭദ്രകാളിക്ക് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മലയാള മാസം അവസാനത്തെ ദിവസം സർപ്പക്ഷേത്രത്തിൽ നാഗരാജാവിന് പാൽപ്പായസം, നെയ്വിളക്ക്, നാഗേക്ഷിയമ്മയ്ക്ക് പാൽപ്പായസം, നെയ്വിളക്ക് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഉറപ്പായിട്ടും ആ കുടുംബത്തിലെ നല്ല മാറ്റം വരും. വെച്ചടി കയറ്റം വരും, മനസ്സിലായോ? അങ്ങനെ ഒരു വാക്ക് തന്നെയാണ് പറയുന്നത്, വേറെ വാക്കൊന്നും പറയാനില്ല അതിന്. വെച്ചടി കയറും. ഇനിയും കാർത്തിക നക്ഷത്രം. ഇപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു മക്കളായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നത്, അല്ലെ ആരും ആയിക്കോട്ടെ. ഈ കാർത്തിക നക്ഷത്രക്കാരുള്ള വീട്ടിൽ അവർ ആ വീട്ടിലെ ഇന്നലെ നാളെ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വരും. മാത്രമല്ല ആ കുടുംബം അറിയപ്പെടുന്ന ഒരു കുടുംബമായിട്ട് മാറും. 4 പേര് കൂടുന്നിടത്ത് ഇന്ന കുടുംബക്കാർ അറിയപ്പെടുന്ന ഒരു നല്ല കുടുംബമായിട്ട് മാറും. ഇന്നലെ നാളെ വലിയ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരും, പേരും പെരുമയും വരാം എന്നൊക്കെ തന്നെയാണ്. കാരണം
കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ നെഗറ്റീവ് കർമ്മയാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് മുരുക ഭഗവാന് ഞായറാഴ്ചകളിൽ കുമാരസൂക്താർച്ചന ചെയ്യുക. രാവിലെ 6 വലത്ത് വെച്ച് ഓം ശരവണ ഭവ മന്ത്രം ജപിച്ച് വാഗൊണ്ടോ മനസ്സിലോ ജപിക്കുക. 6 വലത്ത് വെച്ച് കുമാരസൂക്താർച്ചന ചെയ്യുക. ഇത് ഞായറാഴ്ചകളിൽ ആവർത്തിക്കുക. ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് കടുംബായുസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൊടുക്കുക. അത് ചൊവ്വാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. പിന്നെ മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച ഇടയ്ക്കൊക്കെ എല്ലാ മാസത്തിലും പറ്റുന്ന പോലെ മുരുകന് പഞ്ചാമൃത അഭിഷേകം ചെയ്യുക. ടക്കേന്ന് രക്ഷപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് നമ്മൾ ആ ഒരു ഉയർച്ച ഉണ്ടാകുന്നതിൻ്റെ തോത് വർദ്ധിക്കും. അപ്പം കൂടുതൽ ഇച്ചിരി വേഗത്തിലാകാൻ അത് ഉപകരിക്കും. പിന്നെ നമ്മൾ ദൈവാധീനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ കഴിവുകളും പ്രയോജനപ്പെടുത്തണം. ഈശ്വരൻ തരുന്ന അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം കേട്ടോ. അതുകൂടെ ചെയ്യണം. ഇനിയും പറയുന്ന ആയില്യ നക്ഷത്രം. ഈ ആയില്യ നക്ഷത്രക്കാര് എൻ്റെ അഭിപ്രായത്തിൽ വലിയ കഴിവുള്ളവരാണ്. ഞാനത് എപ്പോഴും പറയാറുണ്ട്. ഇവർക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പണ്ട് മുതലേ ആയില്യ നക്ഷത്രക്കാരെ കുറിച്ച് പലതും പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ പറയുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ആയിരം കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം, ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളും ഒരു പണിയില്ലാതെ ഓരോരുത്തർ പലതും പറഞ്ഞ് നടക്കുന്നുണ്ട്. എനിക്ക് അതിനോടൊന്നും അഭിപ്രായമില്ല. ആയില്യ നക്ഷത്രക്കാർ ഭയങ്കര കഴിവുള്ളവരാണ്. അതായത് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കുട്ടിക്ക് ഒരു ഓപ്പറേഷൻ വേണം, 10 ലക്ഷം വേണം, അല്ലെ 50 ലക്ഷം വേണം, ഒരു 10 ദിവസത്തിനുള്ളിൽ വേണം, അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ വേണം. ഒരു കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റിയുടെ തലപ്പത്തിൽ ആയില്യ നക്ഷത്രക്കാരനാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ഒരു കുട്ടിയുടെ ഓപ്പറേഷത്തിന് വേണ്ടി 50 ലക്ഷം സമാഹരിക്കണം എന്നുണ്ടെങ്കിൽ 9 ദിവസം കൊണ്ട് അവൻ സമാഹരിക്കും അവരുടെ നേതൃത്വത്തിൽ. അത്ര കഴിവാണ് ആയില്യ നക്ഷത്രക്കാർക്ക്. പറഞ്ഞാൽ മനസ്സിലായി. മറ്റുള്ളവർ മാറി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നല്ല സാമർഥ്യത്തോടെ നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ആയില്യ നക്ഷത്രക്കാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിലും ആ കുടുംബം ഇന്നല്ലേ നാളെ രക്ഷപ്പെടും. അവർക്ക് സ്വന്തമായിട്ട് ചില പ്രസ്ഥാനങ്ങൾ വരെ ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് കൃഷ്ണനെ പിടിക്കണം. അതൊരു രഹസ്യമാണ്. സർപ്പത്തിന് വഴിപാട് ചെയ്യണം. കൃഷ്ണന് വ്യാഴാഴ്ച പാൽപ്പായസവും ത്രിമധുരവും തുളസിമാലയും കൂടെ സമർപ്പിക്കണം. ഇത് വ്യാഴാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. രാവിലെ സർപ്പത്തിന് കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമി നാഗരാജവന് പാൽപ്പായസം നെയ്വിളക്ക്, നാഗേക്ഷിയമ്മയ്ക്ക് പാൽപ്പായസം നെയ്വിളക്ക് ആവർത്തിക്കണം. സാധിക്കുന്ന പോലെ രാവിലെ ചെയ്യണം. പെട്ടെന്ന് മാറ്റം വരും. ആയില്യ നക്ഷത്രം ഉള്ള ആളുടെ പേരിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ആ കുടുംബത്തിലെ ആയില്യ നക്ഷത്രം ഉള്ള ആളുടെ പേര്. അപ്പം ഇത് അതുപോലെ തന്നെ നെയ്വിളക്ക് അല്ലെങ്കിൽ നെയ്യ് വ്യാഴാഴ്ച ആയില്യ നക്ഷത്രക്കാരൻ്റെ പേരിൽ കൃഷ്ണന് സമർപ്പിച്ചാൽ ഒരു നെയ്യ് പോരാ. ഒരു ചെറിയ ഡപ്പിക്കകത്ത് 4 ചെറിയ ഡപ്പി നെയ്യ് അല്ലെ 4 നെയ്വിളക്ക് അങ്ങനെ അങ്ങോട്ട് ആ കണക്കിൽ അങ്ങോട്ട് കൊടുക്കണം. ആ വ്യക്തി നല്ല നിലയിൽ രക്ഷപ്പെടും. ആ കുടുംബം തന്നെ രക്ഷപ്പെടും. യാതൊരു സംശയം വേണ്ട. വ്യാഴാഴ്ച രാവിലെ ചെയ്യണം. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ചില രഹസ്യ വിദ്യകളുണ്ട്. ഈ എല്ലാമല്ല, എല്ലാം ശരി, എല്ലാം നമ്മുടെ ജീവിതം മാറ്റത്തില്ല. ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഈ 1600 മേൽ വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രം പൂരം നാളുകാർ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം ഇന്നലെ നാളെ നല്ല അഭിവൃദ്ധിയിലേക്ക് വരും, സാമ്പത്തികത്തിലേക്ക് വരും. വീട്, ഭൂമി, സ്ഥാപനങ്ങളെ ഒക്കെ വരെ ഉണ്ടാകാം. അപ്പോൾ അതിന് ഭദ്രകാളി പ്രീതി ഏറ്റവും അനിവാര്യമാണ്. പിന്നെ കൃഷ്ണപ്രീതിയും. ഭദ്രകാളിക്ക് കടുംബായുസം, ചെമ്പരത്തിമാല അല്ലെ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന, കുളത്തിൽ മലർ കൊണ്ട് മീനൂട്ട്. ഇത് വെള്ളിയാഴ്ചകൾ രാവിലെ ചെയ്യണം, ആവർത്തിക്കണം. മലയാള മാസം 1-ാം തീയതി ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ നിങ്ങളുടെ വീടിനോട് ദൂരെയുള്ള അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ഗുരുവായൂരോ ഇങ്ങനെയുള്ള ചൈതന്യം കൂടുതലുള്ള ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ വഴിപാട് ചെയ്യണം. 1 തവണ 2 തവണ ചെയ്യുന്നതിൽ മാറ്റം വരണമെന്നില്ല. ചിലർക്ക് 1 തവണ 2 തവണ ചെയ്യുമ്പോൾ മാറ്റം വരാം. ചിലപ്പോൾ ആവർത്തിക്കണം. ആവർത്തിച്ചാൽ ഒരിക്കലും നശിക്കാതെ സമ്പത്തും ഐശ്വര്യവും ആ കുടുംബം തന്നെ രക്ഷപ്പെടും. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഇനിയും പറയാൻ പോകുന്ന അവിട്ട നക്ഷത്രം. ഈ അവിട്ട നക്ഷത്രത്തിന് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. എന്താണ്? ഭദ്രകാളി മുരുകൻ പിടിച്ചാൽ മതി, രക്ഷപ്പെട്ടിരിക്കും. യാതൊരു സംശയവും വേണ്ട. അതായത് ഈ അവിട്ട നക്ഷത്രക്കാരുള്ള വീടുകളിൽ എത്ര ദാരിദ്ര്യത്തിൽ കഴിഞ്ഞാലും ആ കുടുംബം ഇന്നലെ നാളെ വലിയ അഭിവൃദ്ധിയിലേക്ക് വരിക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. ഇവർക്ക് കച്ചവടം അതുപോലെ സ്ഥാപനങ്ങളും ആ കുടുംബത്തിലുള്ളവർക്ക് ഉണ്ടാകാം. ഈ നക്ഷത്രക്കാരുള്ള വീട്ടിൽ
അപ്പം അവർക്ക് മുരുകന് ചൊവ്വാഴ്ച ത്രിമധുരം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്ന നല്ലതാണ്. നെയ്വിളക്ക് സമർപ്പിക്കുന്ന നല്ലതാണ്. ചൊവ്വാഴ്ചകൾ രാവിലെ ആവർത്തിക്കുന്ന നല്ല. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംബായുസവും അഷ്ടോത്തരാർച്ചനയും നെയ്വിളക്കും ആവർത്തിക്കുന്ന നല്ലതാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഭദ്രകാളിക്ക് നെയ്വിളക്ക് വെച്ചാൽ കടുംബായുസവും കൂടെ വെച്ചാൽ എത്ര ഏത് നക്ഷത്രം ആയിക്കോട്ടെ സാമ്പത്തികം വരും, രക്ഷപ്പെടാൻ ഒരു മാർഗം അമ്മ തരും. അങ്ങനെ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്, പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോണം. ഏത് നക്ഷത്രം ആയിക്കോട്ടെ, വെള്ളിയാഴ്ച കടുംബായുസം നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. ഇനി അതല്ല, കടുംബായുസം നെയ്വിളക്ക് മാത്രമാണേലും പക്ഷേ ഇത് വെള്ളിയാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. സ്വന്തം അമ്മയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് സ്വന്തം അമ്മയുടെ സ്നേഹം കാണത്തില്ല. ഇപ്പൊ അങ്ങനല്ല കേട്ടോ, സ്നേഹമുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ ഭദ്രകാളി അമ്മയും നിങ്ങൾ ആത്മാർത്ഥയോടെ സ്നേഹിക്കണം. ദിവ്യമായ സ്നേഹം. അവിടെയാണ് കളി മാറുന്നത്. എൻ്റെ അമ്മയെ ഒരു വെള്ളിയാഴ്ച കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമമാണ് എന്ന രീതിയിലേക്ക് അമ്മയെ പോയി ദർശനം ചെയ്യുമ്പോൾ ആ ഒരു ചിന്ത വരണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് കേട്ടോ. ഇനിയും പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രം. ഈ രോഹിണി നക്ഷത്രക്കാരുള്ള വീടുകളിലും ആ കുടുംബം ഇന്നലെ നാളെ പെട്ടെന്ന് രക്ഷപ്പെടുമെന്നുള്ളതാണ്. വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പൊ അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കൃഷ്ണന് ബുധനാഴ്ച അവല് സമർപ്പിക്കുന്ന നല്ലതാണ്. അതുപോലെ നെയ്വിളക്കും സമർപ്പിക്കുന്ന നല്ലതാണ്. ഇത് ബുധനാഴ്ചകളിൽ ആവർത്തിക്കുന്ന നല്ലതാണ്. കാരണം ബുധകർമ്മയാണ്, ഈ ബുധന്റെ നെഗറ്റീവ് കർമ്മയാണ് DNA ആസ്ട്രോളജി അനുസരിച്ച് രോഹിണിക്ക്. പിന്നെ ഞാൻ പൂരത്തിന് ചൊവ്വാകർമ്മയാണ്, ചൊവ്വയുടെ നെഗറ്റീവ് കർമ്മ. അവിട്ടത്തിന് ശനിയുടെ നെഗറ്റീവ് കർമ്മ പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പൊ രോഹിണി നക്ഷത്രക്കാര് ബുധനാഴ്ച കൃഷ്ണൻ പറഞ്ഞ് ചെയ്യുക. അതോടൊപ്പം ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മാത്രം ചെയ്താൽ പോലും അവര് വലിയ അഭിവൃദ്ധിയിലേക്കാക്കും, രക്ഷപ്പെടും, ആ കുടുംബം രക്ഷപ്പെടും. പിന്നെ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഒരു കടുംബായുസം ഗണപതി ഹോമം കൂടെ അതിൻ്റെ കൂടെ കൊടുത്തോണം. ഇനിയും ചില നക്ഷത്രക്കാരുടെ ചില കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പറയും. തൃക്കേട്ട നക്ഷത്രം. ഈ തൃക്കേട്ട നാളെ ഉള്ളവരാണേലും ഒരു സാമ്പത്തികമായിട്ട് താഴ്ന്ന കുടുംബത്തില് തൃക്കേട്ട നക്ഷത്രമുള്ള ഒരു വീട്ടിൽ തൃക്കേട്ട നക്ഷത്രം ഉണ്ടെന്ന് വിചാരിച്ചു. അവർ വളരെ സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയാണെങ്കിൽ പോലും ഈ പിള്ളേർ പഠിച്ച് നല്ല ജോലി അല്ലെ ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ ആ കുടുംബം തന്നെ രക്ഷപ്പെടുന്നു. അതിന് യോഗമുള്ള ഒരു നക്ഷത്രമാണ്. പക്ഷെ അതിന് നമ്മൾ ചില കാര്യങ്ങളൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ പ്രവൃത്തിയും കൂടെ ശരിയാകുകയും വേണം, അതിനുവേണ്ടി പ്രയത്നിക്കുകയും കൂടെ വേണം. അപ്പം അതെന്താണ് ചെയ്യേണ്ടത്? ഭദ്രകാളിക്ക് ചൊവ്വായും വെള്ളിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി രാവിലെ ചെയ്യണം, ആവർത്തിക്കണം. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ചൈതന്യം കൂടുതലുള്ള ചോറ്റാനിക്കരയോ ചെട്ടികുളങ്ങരയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഭദ്രകാളി ദേവീക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് പിടിപ്പണം അല്ലെ ചില്ലറ അല്ലെ നോട്ട് സമർപ്പിച്ച് നമ്മൾ അമ്മയുടെ പാദങ്ങളിൽ മനസ്സ് സമർപ്പിച്ച് അവിടെ ചേർന്ന് ധ്യാനിച്ചിട്ട് പോരണം. മലയാള മാസം 1-ാം തീയതിയോ അല്ലെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ചയോ ചൈതന്യം കൂടുതലുള്ള വീടിൻ്റെ അവിടെ ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിലും പോയി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വഴിപാട് ചെയ്യുക. ശ്രീകോവിന് വെളി ഇറങ്ങിയിരുന്ന് ഭഗവത് പാദങ്ങളെ സ്മരിച്ച് എല്ലാം നന്നായിട്ട് ധ്യാനിക്കണം. ഇതൊക്കെ പെട്ടെന്ന് മാറ്റം വരുത്തും എന്നുള്ളതാണ്. ഇനി ചില നക്ഷത്ര രഹസ്യം കൂടെ ജസ്റ്റ് മനസ്സിൽ തോന്നുന്നു പറഞ്ഞിട്ട് ഞാൻ ആ സ്വർണം എടുക്കേണ്ട ദിവസം പറഞ്ഞുതരാം. മകയിര നാളാണെങ്കിൽ ഏത് ഫീൽഡാണ് ഏറ്റവും നല്ലത്? കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ടെക്നിക്കല്, എഞ്ചിനീയറിങ്, മെഡിസിൻ. എനിക്ക് ഈ ഫീൽഡ് മാത്രമെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. ഞാൻ കുറച്ച് നല്ല ഒരു മേഖലകൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ജനിച്ച സമയം നക്ഷത്രമൊക്കെ അനുസരിച്ച് നക്ഷത്രം മാത്രമല്ല ജനിച്ച സമയവും കൈരേഖയൊക്കെ അനുസരിച്ച് മാറിയിരിക്കും. ഇതൊരു പൊതുവായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഉത്രാട നക്ഷത്രം ഫുഡ് ബിസിനസ് അടിച്ചു കയറും. ചെയ്യാൻ അറിയാതിരിക്കണം. ഇപ്പം എല്ലാ ഉത്രാടംകാർക്കും പറ്റിയെന്ന് വരത്തില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫുഡ്, ടെക്നിക്കല്, പിന്നെ ക്ലറിക്കൽ വർക്ക്സ്, ഗവൺമെൻറ് ജോബ്സ് അല്ലെങ്കിൽ ക്ലറിക്കൽ വർക്ക്സുകൾ, ടെക്നിക്കൽ ജോബ്സ് നല്ലതാണ്. ചോതി കച്ചവടം, അതുപോലെ ടെക്നിക്കൽ ജോബ്സ്, അതുപോലെ ഈ കലാമേഖലകൾ നല്ല. ഉത്രാടത്തിന് കലാമേഖല നല്ല കേട്ടോ. കലാമേഖലകൾ, സിനിമ, സീരിയൽ, അഭിനയം നല്ല കലാമേഖലകൾ. കാർത്തിക നക്ഷത്രക്കാർക്ക് ടെക്നിക്കൽ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ, അതുപോലെ രാഷ്ട്രീയ മേഖലകളും ഒക്കെ നല്ലതാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ, എഞ്ചിനീയറിംഗ് മേഖലയും ഒക്കെ നല്ലതാണ്. നാളുകാർക്ക് സർവീസ് മേഖലകൾ നല്ലതാണ്. ഒരു സർവീസ് സംബന്ധമായ കാര്യങ്ങൾ, ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നല്ലതാണ്.
അവിട്ടം നാളുകാർക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള മേഖലകൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയാകാൻ ഏറ്റവും കഴിവാണ് ഈ അവിട്ടം നാൾ. സബോർഡിനേറ്റ്സിനെ കൊണ്ടൊക്കെ പറഞ്ഞ് ജോലി ചെയ്യിക്കാൻ നല്ല കഴിവായിരിക്കും അവിട്ടം നക്ഷത്രക്കാർക്ക്. രോഹിണി കണ്ണടച്ചുകൊണ്ട് പറയാം ഡിസൈനിങ്. രക്ഷപ്പെടാനുള്ള വഴിയാണ് പറയുന്നത്. ഡിസൈനിങ്, അത് ബ്യൂട്ടീഷ്യൻ ആയിക്കോട്ടെ, ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ, എംബ്രോയിഡറി വർക്ക്സ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഡിസൈനിങ്ങും നല്ലതാണ്. രക്ഷപ്പെടാനുള്ള വഴിയാണ് പറഞ്ഞത്. താല്പര്യം ഉള്ളവർ ചെയ്താൽ മതി കേട്ടോ. എല്ലാവർക്കും ജനിച്ച സമയമൊക്കെ വ്യത്യാസമായിരിക്കും. താല്പര്യം എല്ലാവർക്കും കാണണമെന്നില്ല, പറ്റുന്നവർ, അതിനൊരു കഴിവുള്ളവർ, അതിനുള്ള ഒരു കഴിവുള്ളവർ ചെയ്യുക. ഇപ്പൊ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവരും ഒരേ സമയമായിരിക്കണം, പല സമയങ്ങളല്ലേ. അപ്പോൾ ആ സമയം അനുസരിച്ചൊക്കെ വ്യത്യാസം വരും എങ്കിൽ പോലും. പിന്നെ എഞ്ചിനീയറിംഗ് മേഖല, ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലെ എഞ്ചിനീയറിംഗ് മേഖല, അല്ലെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖല, അല്ലെ മറ്റു തരത്തിലുള്ള എഞ്ചിനീയറിംഗ് മേഖല, ഫിനാൻസ് മേഖല, സ്ത്രീകളുടെ ആഡംബര വസ്തുക്കളുടെ വിപണനം, അതുപോലെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട വർക്കുകൾ, നിർമ്മാണ മേഖല, ബിൽഡിംഗ് മേഖല ഒക്കെ നല്ലതാണ്. ചെറിയ പെട്ടെന്ന് തോന്നുന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. തൃക്കേട്ട, ഇവർക്ക് നല്ല ജോലികൾ, അതായത് ഗവൺമെന്റ് ജോലികൾ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ജോലികൾ ഒക്കെ നല്ലത് തന്നെയാണ്. ഇത്രയും വെറുതെ ഒരു ഓടിച്ചങ്ങ് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ വെറുതെ എന്നല്ല, അത് പ്രയോജനം ചെയ്യാൻ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഏറ്റവും അനുഭവമുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് ഓടിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ, അത്ര ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിൽ പോയിട്ടില്ല. അപ്പം ഈ പറഞ്ഞ നാളുകാർക്ക് ഞാൻ കുറേ നാളുകാരുടെ പേര് പറഞ്ഞു, നാളുകാരുടെ നക്ഷത്രം പറഞ്ഞുള്ളൂ. അവരുള്ള വീടുകളിലെല്ലാം സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. എന്നിട്ട് മറ്റു നക്ഷത്രക്കാരുള്ളവർ രക്ഷപ്പെടത്തില്ലെന്ന് അർത്ഥമില്ല കേട്ടോ. ഈ നക്ഷത്രക്കാരുള്ളിടത്ത് കൂടുതലായിട്ട് ഇന്നലെ നാളെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ മറ്റു നക്ഷത്രക്കാരും ജനിച്ച സമയവും ഒക്കെ വെച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യും. മനസ്സിലായല്ലോ? അങ്ങനെ മനസ്സിലാക്കുക. സ്വർണം വാങ്ങാൻ വേണ്ടി പറ്റിയ ദിവസങ്ങൾ. സ്വർണം വാങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വില കുറഞ്ഞ് നിൽക്കുമ്പോഴേ വാങ്ങാവുള്ളൂ. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും അങ്ങനെ ചെയ്യത്തുള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ദിവസങ്ങൾ, അതായത് വ്യാഴാഴ്ച നല്ലതാണ്, വെള്ളിയാഴ്ച നല്ലതാണ്, പൗർണമി അല്ലെങ്കിൽ വെളുത്തുവാവിൻ്റെ അത് വാങ്ങുന്നത് നല്ലതാണ്, അശ്വതി, രോഹിണി, പൂയം, പുണർദം, ഉത്രം, അത്തം, ചോതി, തിരുവോണം, ഉത്രട്ടാതി, ഈ നാളുകളിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന ദിവസങ്ങൾ നല്ലതാണ്. ഇതാ ഞാൻ പറഞ്ഞു കൊടുത്തത്. ഈ എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞത് അവർ വാങ്ങിയത് ഉത്രട്ടാതി നാളിലായിരുന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നു, അത് വ്യാഴാഴ്ചയും കൂടെ വരുന്ന ദിവസമായിരുന്നു. ഇതൊക്കെ ഓർമ്മ കിട്ടണ്ടേ? അപ്പം അത് ഒരു ചെറിയ ഓർമ്മ കിട്ടിയേ പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം വരുന്നതോ, ഈ വ്യാഴോ വെള്ളിയോ അല്ലെ പൗർണമിയോ നക്ഷത്രമോ, ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രവും വ്യാഴമോ വെള്ളിയോ പൗർണമിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതോടെ ചേർന്ന് വരുന്ന ദിവസമാണെങ്കിൽ അതാണ് പ്രയോജനം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രവും അത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച പൗർണമിയും കൂടെ ആകുമ്പോഴാണ് അത് ഗുണം ചെയ്യുന്നത്. അപ്പം പിന്നെ ചൊവ്വ ശനി കഴിവതും ഈ സ്വർണ്ണമൊക്കെ വാങ്ങുന്നത് കഴിവതും ഒഴിവാക്കുന്നത്. വെച്ചാൽ അത്യാവശ്യം കൊണ്ട് വാങ്ങരുതെന്നല്ല പറഞ്ഞ്, പറ്റുമെങ്കിൽ ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ രാവിലെ ക്ഷേത്ര ദർശനം ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും, ദുരിതശമനം ഉണ്ടാകും. പിന്നെ വൈകുന്ന പാട് ക്ഷേത്ര ദർശനം ചെയ്താൽ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടി വൈകുന്ന പാടത്തെ വഴിപാട് ഉപകരിക്കും. നിങ്ങൾക്ക് ലോൺ തടസ്സപ്പെട്ട് നിൽക്കുന്നു, അല്ലെ വിദേശത്ത് പോകണം, അല്ലെ ഡൈവേഴ്സ്, നിങ്ങളുടെ മക്കൾ ഒരു മോൻ ഡൈവേഴ്സ് ആകാൻ നിൽക്കുന്നു, അവർ ഒന്നിക്കണം, ഇങ്ങനെയുള്ള നടക്കാത്ത ഒരു തടസ്സമുള്ള കാര്യങ്ങളും ഒരു പ്രത്യേക കാര്യവും നടക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്ന പാട് ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താൽ മതി. എഴുതി വെച്ചോണം. മനസ്സിലായില്ലേ? അത് എന്തൊക്കെ ചെയ്യാമെന്നുള്ള പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ദേവന് വൈകിട്ട് ചെയ്താലാണ് ഫലം ഉണ്ടാകുന്നത്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഡൈവേഴ്സ് ആകാൻ നിൽക്കുന്നവരാണ്, അവർക്ക് ഒന്നിക്കണമെന്നുണ്ട്. ഒന്നിക്കണ്ട എന്നുള്ളവരെ ഒന്നിപ്പിച്ചൊരു കാര്യമില്ല, ഒന്നിക്കണമെന്നുണ്ട്. പക്ഷെ എങ്കിലും ചില പ്രശ്നങ്ങളാൽ അവർ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് തുമ്പപ്പൂ ഇലയില്ലാതെ ചെറിയൊരു തൂശനില വെച്ച് ശിവനട നിന്ന് കരഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഈ ദിവസങ്ങളിൽ വൈകുന്ന പാട് ചെയ്യണം. അനുഭവമാണ് ഇത്. പലരും ഞാൻ ചെയ്ത് ഗുണമുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസങ്ങൾ വേണം. പിന്നെ അടുത്ത ആഴ്ചയിലും ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കണം. ചിലർക്ക് ചിലപ്പോൾ ഒരാഴ്ച തന്നെ 4 ദിവസം ഇതുപോലെ വൈകുന്നപാട് ചെയ്യും ഫലം ഉണ്ടാകാറുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ ആവർത്തിക്കണം. അത് നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വൈകുന്നപാട് ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ കാണേണ്ടവർ പുറകോട്ട് പോയി കാണണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ ഉച്ചത്തിൽ സംസാരിക്കരുത്, ശ്രദ്ധിച്ചോണം. അതുപോലെ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ
അലക്കിയ വസ്ത്രം ഉപയോഗിക്കുക, പഴകിയ തലേദിവസം ഇട്ട വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ നമ്മൾ ഈ പുലയുള്ളത് 16 ദിവസം കഴിഞ്ഞ് പുലയുള്ളവർ അത് മരണം നടന്നു 16 ദിവസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ബാലായ്മ ഉള്ളവർ 11 ദിവസം കഴിഞ്ഞ് ക്ഷേത്ര ദർശനം ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഗർഭിണിമാർ 7ാമത്തെ മാസം മുതൽ, അതായത് ചോറൂണ് കഴിയുന്നിടം വരെ ക്ഷേത്ര ദർശനം പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നല്ലതാണ്. പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് പരദൂഷണം പറയാൻ പാടില്ല, പൊങ്ങച്ചം പറയാൻ പാടില്ല, ഉറക്കെ സംസാരിക്കുക, ഉറക്കെ ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഈ ഒരു ഗർഭിണി തലയിൽ ഒരു കുടവും വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എത്ര പതുക്കെ ആയിരിക്കും നടക്കുന്നത്? അങ്ങനെ നടക്കണമെന്നല്ല പറഞ്ഞത്, അങ്ങനെ നടന്നാൽ എത്ര പതുക്കെ ആയിരിക്കും നടക്കുന്നത്? അതുപോലെ നമ്മൾ പതുക്കെ ആയിരിക്കണം പ്രദക്ഷിണം വയ്ക്കുന്നത്. മനസ്സിലായല്ലേ? നമ്മൾ അത്ര പതുക്കെ ആയിരിക്കണം എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതായത് അങ്ങനെ നടക്കുമെന്നോ അല്ല പറഞ്ഞത്. നമ്മൾ അതുപോലെ പതുക്കെ ആയിരിക്കണം ക്ഷേത്ര ദർശനം. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പതുക്കെ, ഏറ്റവും പതുക്കെ ആയിരിക്കണം വയ്ക്കാൻ. അപ്പോഴാണ് ആ ക്ഷേത്ര ദർശനത്തിന്റെ ഗുണം കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിലെ ദർശനം വൃത്താകൃതിയിലാണ് ദർശനം വയ്ക്കുന്നത്, അല്ലേ? അപ്പം ദേവന് ചുറ്റും വൃത്താകൃതിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എന്തുകൊണ്ടാണ് വൃത്താകൃതിയെ സഞ്ചരിക്കുന്നത്? ആ കേന്ദ്രം, ആ വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ദേവന്റെ ചൈതന്യമാണ്. അതിനു ചുറ്റും വൃത്താകൃതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ വൃത്തത്തിലെ ഓരോ ബിന്ദുവിൽ നിന്നും ഈ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഏകദേശം തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ ആ ദേവനെ വലം വയ്ക്കുമ്പോൾ ഈ ദേവനിൽ നിന്നുള്ള എനർജി ഏകദേശം തുല്യമായ ഒരു കണക്ക് വരുമ്പോൾ നമ്മളിലേക്കും വ്യാപിക്കുക. ആ ഒരു എനർജിയുമായിട്ടൊരു ബന്ധം ഉണ്ടാവും. മനസ്സിലായില്ലേ? മാത്രമല്ല, ഒരു ഊർജ്ജ കേന്ദ്രത്തിന് ചുറ്റും ഒരു ചലനം, വൃത്താകൃതി ഉണ്ടാകുമ്പോൾ ആ കേന്ദ്രത്തിലുള്ള ഊർജം ആ വൃത്താകൃതിയിലേക്ക് വ്യാപിക്കും. അങ്ങനെ മനസ്സിലാക്കി നിങ്ങളൊന്ന് ക്ഷേത്രദർശനം ചെയ്ത് നോക്കിക്കേ, ഫലമാ, ഒരു സംശയം വേണ്ട. ഇതൊക്കെയാണ് അറിയേണ്ട കാര്യം. ഇതെല്ലാം എനിക്ക് ശരിയെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എനിക്ക് ശരിയെന്ന് തോന്നിയ നല്ല കാര്യങ്ങളും അനുഭവങ്ങൾ അടിസ്ഥാനത്തിലുള്ള നല്ല കാര്യങ്ങളും പറഞ്ഞ് ആവശ്യമുള്ളവർ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അവരുടെ എല്ലാം ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക, അല്ലാത്തവർക്ക് തള്ളിക്കറിയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ട്. എൻ്റെ അഭിപ്രായവും നിരീക്ഷണവും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ ശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.